ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. സിസ്റ്റർ ബിനി ജെയിംസ് ബീഹാറിൽ നിന്നാണ്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, തൻ്റെ പ്രിയപ്പെട്ട താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് നനച്ചിരിക്കാത്ത സമയത്ത് തന്നെ വിട്ട് കടന്നു പോയതും, അത് മുഖാന്തരം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായതും, അതിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ച് 32-ലധികം ദൈവത്തിൻ്റെ ദാസന്മാരെയും ഒരു 3000-ലധികം വിശ്വാസികളെയും ഒക്കെ നയിക്കുവാനുള്ള ദൈവകൃപ കർത്താവിൻ്റെ ദാസിക്ക് കർത്താവ് ഇന്ന് പകർന്നു കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു സ്കൂളും അതിൻ്റേതായ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും കർത്താവ് പ്രിയപ്പെട്ട സഹോദരിയെ ഇന്ന് പ്രാപ്തയാക്കി തീർത്തിരിക്കുന്നു. അത് എങ്ങനെ കർത്താവ് തന്നെ കൊണ്ടുവന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ എങ്ങനെയായിരുന്നു, ദൈവം തന്നോട് എങ്ങനെ സംസാരിച്ചു, എല്ലാം നമുക്ക് ഇന്ന് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയിലൂടെയുള്ള ഒരു അഭിമുഖമായിട്ടാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഇതുപോലെ ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സഹോദരിമാർക്ക് തീർത്തും ഒരു ബലമായി തീരും. ദൈവം നിങ്ങളെ അതിന് സഹായിക്കും. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസി ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി ജോയ്സ് ടി വിയിലേക്ക് വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. ആമേൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. എല്ലാ ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും എന്റെ സ്നേഹം. ഓക്കെ താങ്ക് യു ബിനീസ്റ്റേ. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജോയ്സ് ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ ദേവദാസി കടന്നു വരുന്നത്. അതെ, തീർച്ചയായും. അതെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ട ദേവദാസിയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് കടന്നു പോകുക, കാണുക, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഇടും. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ കടന്നുപോയി അത് കാണുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലം നൽകി തരും. താങ്ക് യു ദേവദാസി. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജോയ്സ് ടിവിക്കും ഒരു പ്രാവശ്യം കൂടി ഞാൻ നന്ദി പറയുന്നു. എന്നെ ഒരിക്കൽ കൂടി ഈ ടിവിയിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ദേവദാസി ബീഹാറിലാണെന്ന് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ ദേവദാസി എവിടെയാണ്? മാതാപിതാക്കളെ കുറിച്ച് ഒക്കെ ഒന്ന് പറഞ്ഞായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടിയും. കേരളത്തില് ഇടുക്കി ജില്ലയില് ഉള്ള ചെറിയൊരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഇടുക്കി ജില്ലയില് ഒരു രാജക്കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. രാജക്കാടിനടുത്തായിട്ടുള്ള ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിക്കുന്നത്. മാതാപിതാക്കള് രണ്ടുപേരും വിശ്വാസികളായിരുന്നില്ല. അപ്പോൾ ആ ഒരു നിരീശ്വരവാദ കുടുംബത്തിലാണ് ഞാനും ജനിക്കുന്നത്. അപ്പൊ അവര് ജന്മന വിശ്വാസികളാണ്, ക്രിസ്ത്യൻസ് ആണ്. പക്ഷെ അവര് കർത്താവായിരുന്നില്ല ജീവിതം. അപ്പോ ഞാനും ജനിച്ചപ്പോൾ മുതൽ അവരെന്നെ ഒരു ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്കാണ് നയിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ 18-ാമത്തെ വയസ്സ് വരെ അങ്ങനെയാണ് ജീവിച്ചതും വളർന്നതും ഒക്കെ. അതാണ് എൻ്റെ മാതാപിതാക്കൾ. പിന്നെ എനിക്ക് 2 ചേച്ചിമാരും ഒരു ഇളയ സഹോദരനുമുണ്ട്. ഓക്കെ. ദേവദാസിയുടെ വിദ്യാഭ്യാസവും പിന്നെ കർത്താവിനെ എങ്ങനെ, ഈ നിരീശ്വരവാദ കുടുംബത്തിൽ നിന്നാണല്ലോ, അത് തന്നെ പഠിച്ചു വെച്ചു. അപ്പോൾ എങ്ങനെ യേശുക്രിസ്തു ദൈവമുണ്ടെന്നും യേശുക്രിസ്തുവിനെ എങ്ങനെ രക്ഷിതാവായി സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞു ഒന്ന് പറഞ്ഞാട്ട്. ഇപ്പൊ ഞാനിങ്ങനെ ചർച്ചിലൊന്നും പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വളർന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമായിരുന്നു, ഇങ്ങനെ ദൈവം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പിന്നീട് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി മരണം. ഈ മരിച്ചു കഴിഞ്ഞ ആളുകൾ അവരെങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ ആത്മാവ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ പ്രേതം, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ അങ്ങനെ അതിനെപ്പറ്റിയെല്ലാം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പം ഈ മരിക്കുന്നത് എങ്ങനെയാ, ഇങ്ങനെ അവരുടെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവ് പുറപ്പെട്ട് വരും അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ, അതിനെപ്പറ്റിയെല്ലാം ഞാനിങ്ങനെ ഡീപ്പായിട്ട് ഒത്തിരി ചിന്തിക്കും. അപ്പോഴും ദൈവത്തിന്റെ ഒരു ആശ്രയത്വം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മ വീട്ടില് പോകുന്നത്, വലിയ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റെ വല്യപ്പനും വല്യമ്മയും അവർ രണ്ടുപേരും ഇങ്ങനെ ഉപവാസ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ അവരോടൊപ്പം അങ്ങനെ കടന്നു പോയതാണ്. ആദ്യമായിട്ടൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നുപോയി. അപ്പം ആ സഭയില് 41 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അപ്പൊ അവിടെ ഞാനിങ്ങനെ കടന്നുപോയി. അവിടെ കടന്നുപോയപ്പോഴ് അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ചകൾ ഒരു കണക്കിന് എന്നെ ഒത്തിരി പിടിച്ചുലച്ചപ്പോ, അവിടെ ഇങ്ങനെ പൈശാചിക ബന്ധനത്തിൽ കിടക്കുന്ന 4-5 പേരെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അവരിങ്ങനെ അലറുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ
കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ആരാധന തുടങ്ങുമ്പോൾ ഇവർ സൈലന്റ് ആകും. പിന്നീട് ഇവരിങ്ങനെ അത് നിർത്തുമ്പോൾ ഇങ്ങനെ വളരെ വയലന്റ് ആകും. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ കുറച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറെ മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവരുടെ ഈ ഭൂതാത്മാവൊക്കെ വിട്ടു പോയി കഴിഞ്ഞപ്പം ഒരു ദേവദാസൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് ഇങ്ങനെ പ്രവചനാത്മാവിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ച കൂട്ടത്തില് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ ഹൃദയത്തിലെ അന്തർഭാഗത്തിലെ എന്താ പറയുന്നേ വിചാരങ്ങളെ പോലും അറിയുന്ന ഒരു ആളുണ്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഞാനന്ന് രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. പിന്നീട് വീട്ടിലേക്ക് കടന്നുപോയി. അപ്പൊ അവിടുന്ന് പിന്നെ ഞാൻ സഭയിലൊക്കെ തുടർച്ചയായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു വിശ്വാസിയായി മാറി. ഓക്കെ, രക്ഷിക്കപ്പെട്ടു. പിന്നെ സ്നാനപ്പെട്ടതും ഒക്കെ വിവാഹവും പിന്നെ ബീഹാറിലേക്ക് കടന്നു വന്നതും ഒക്കെ അതെ, ഒന്ന് പറഞ്ഞിട്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 1-2 വർഷം കൂടെ അങ്ങനെ വീട്ടിൽ നിൽക്കേണ്ടി വന്നപ്പോ അന്നേരം എൻ്റെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ PG കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിച്ചെന്നാന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും ഒരു സഭയിലും പോകാതിരുന്ന അവര് വീണ്ടും മടങ്ങി അവരുടെ മാതൃസഭയായിട്ടുള്ള CSIയിലേക്ക് പോയി. അപ്പോൾ CSIയിലേക്ക് പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ രണ്ടും എൻ്റെ ഇളയ സഹോദരനും അവര് അവിടെ പോയി. അപ്പോൾ എന്നെ അവർ നിർബന്ധിക്കാൻ തുടങ്ങി, നീ സഭയിലോട്ട് വരാൻ പറഞ്ഞു. അത് തന്നെയല്ല, ഇവർ CSI സഭയിൽ പോയി അംഗത്വം എടുത്തപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വിശ്വാസിയായി. അപ്പൊ എന്നെ കാണാനായിട്ട് എൻ്റെ ദേവദാസിയും വീട്ടിൽ വരും. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥതയായി. അപ്പൊ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് സ്വതന്ത്രമായിട്ടൊരു ആരാധനയ്ക്ക് കടന്നു പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പൊ അങ്ങനെയാണ് എനിക്കൊരു ജോലി ലഭിക്കുന്നത്. കന്യാകുമാരി എന്ന് പറയുന്ന ജില്ലയിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ വളരെ ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആരാധനയ്ക്ക് പോകാനും, അപ്പൊ ഞാനൊരു കോൺവെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ കോൺവെന്റിലാന്ന് പറഞ്ഞാൽ അവരെന്നെ ആരാധനയ്ക്ക് തടസ്സപ്പെടുത്തുകയൊന്നും ചെയ്യത്തില്ല. അപ്പൊ അവര് ചിലപ്പോഴെന്നോട് പറയും അവരുടെ ആരാധനയ്ക്കും കടന്നു പോകാൻ പറയും. പക്ഷെ ഞാൻ പോകത്തില്ല. പക്ഷെ ആരാധനയ്ക്ക് പോകാനും കർത്താവിൽ ഒരു വളർച്ച പ്രാപിക്കാനും ഒരുപാട് ദൈവിക ദൂതുകൾ, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളൊക്കെ തിരിച്ചറിയാനൊക്കെ ആ ഒരു കാലഘട്ടം എന്നെ ഇടയാക്കി. അപ്പൊ അവിടെ വെച്ച് തന്നെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം ഞാൻ ചെയ്യണമെന്നുള്ള ദൈവിക ദൂത് എനിക്ക് ലഭിക്കുന്നത്. നിരവധി ദാസന്മാരിൽ കൂടെ ആ ഒരു ദൂത് എനിക്ക് കിട്ടാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാന് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് എനിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി. ഒരുവിധം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. കമ്പനി നൽകുന്ന അനേക വേറെ നമുക്കുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജോലി വിടാനായിട്ട് തയ്യാറായില്ല. അപ്പൊ തയ്യാറാകാത്ത സാമ്പത്തിക ആവശ്യങ്ങൾ ഒരുപാട് ഉണ്ട്. അത് തന്നെയല്ല, കല്യാണത്തിനുള്ള പ്രായമൊക്കെ ആയി വരുന്നു. അപ്പൊ എന്റെ വിചാരം ഞാനിങ്ങനെ കാശൊക്കെ ചേർത്ത് വെക്കണം വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ എന്നുള്ള നമ്മുടേതായ ഒരു ബുദ്ധി കൊണ്ടുള്ള ചിന്തയാണ്. അപ്പം അതുകൊണ്ട് ജോലി വിട്ടാൽ ശരിയാകത്തില്ല, അങ്ങനെയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് കന്യാകുമാരിയിൽ വെച്ച് തന്നെ എനിക്കൊരു ആക്സിഡന്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതോടുകൂടിയാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിതയാകാനായിട്ട് ഞാൻ പരിപൂർണമായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, കർത്താവ് ഒരിക്കലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുവാനായിട്ട് സമ്മതിക്കുകയല്ല. അപ്പോൾ കർത്താവിന്റെ ഒരു പിടി, ഒരു കൊളുത്ത് കിടക്കും. അപ്പൊ ആ ഒരു സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ എല്ലാ എന്താ പറയുക പിടിവാശികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചിട്ട് കർത്താവിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ ഇനി ഞാൻ എൻ്റെതായ ഒരു തീരുമാനങ്ങളും ഇല്ല, കർത്താവിന്റെ ഹിതം ഇഷ്ടം എന്താണോ അതെന്റെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് 3-4 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് വിവാഹാലോചനയിലേക്ക് വരുന്നത്. അപ്പോ എന്നോട് ഓൾറെഡി കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകും, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് കർത്താവ് അയക്കും എന്നുള്ളൊരു പ്രവചനം കിടക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബീഹാറില് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസിന്റെ വിവാഹാലോചന കടന്നു വരുന്നത്. അപ്പോ അത് ദൈവത്തിന്റെ ഹിതത്താൽ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കി ആ ഒരു വിവാഹത്തിലേക്ക് കാലെടുത്ത് വെച്ചു. 2007 വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ബീഹാറിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപേ ബീഹാറിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അതിനുശേഷം 2007 വിവാഹം കഴിഞ്ഞ് ഞാനും അദ്ദേഹത്തിന്റെ കൂടെ ബീഹാറിലേക്ക് വന്നു. അതാണ് ഓക്കെ സംഭവിച്ചത്. ഓക്കെ. ബീഹാറിലെ ആദ്യകാല അനുഭവങ്ങളൊക്കെ ഒന്ന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് മാറി താമസിക്കുന്നതാണല്ലോ, അപ്പം അതെ, അവിടെ ഉണ്ടായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാട്ട്. ബീഹാറിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ബീഹാറിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് വലിയ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. കൂടുതൽ പോയാൽ നമ്മൾ തമിഴ്നാട് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അതിന് അപ്പുറം എന്താ നോർത്ത് ഇന്ത്യയിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇങ്ങനെ നമ്മൾ PG വർഗീസ് സാറിന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കുറച്ചൊക്കെ ധാരണ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഭീകരാന്തരീക്ഷം എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ല. കറണ്ട് ഉള്ള സ്ഥലത്താണെങ്കിൽ പോലും പകുതി സമയം കറണ്ട് കാണത്തില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞൊക്കെ വരുന്നതൊക്കെ ഞാനിങ്ങനെ കേട്ടു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് കറണ്ടേ ഇല്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് പെട്ടെന്ന് പറിച്ച് നടപ്പെടുമ്പോൾ നമുക്കൊരു കറണ്ട് ഇല്ലാതെയൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ കഠിനമായിട്ടുള്ള ചൂട്, തണുപ്പ് പിന്നെ നമുക്ക് സഹിക്കാം. ഇവിടെ കഠിനമായ ചൂടും കഠിനമായ തണുപ്പും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കഠിനമായ ചൂട് നമ്മൾ ഫാനൊക്കെ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആദ്യകാലത്തൊക്കെ എനിക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ തോന്നിയെങ്കിലും പിന്നീട് നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമർപ്പണമായിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അതിന് പരാതിപ്പെടാനോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുകയില്ലെന്നുള്ളൊരു ഇതിലൊക്കെ ഒന്നും നമ്മൾ പോയില്ല. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഈ ഒരു അവസ്ഥ തരണമേ എന്നുള്ളൊരിത്. പിന്നെ ഞങ്ങൾ അനുഭവിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കടുത്ത ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചു. അപ്പോൾ വേറെ മറ്റൊരു കുടുംബക്കാരോ ഫാമിലിയോ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ഒരു സംഭാഷണത്തിന് സൗഹൃദ സംഭാഷണം നടത്താൻ പോലും ഉള്ളൊരു ആളുകൾ ഇവിടെ ഇല്ല. മലയാളികൾ ആരും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കൊന്ന് ചില ഈവനിങ്ങിലൊക്കെ ഞാനിങ്ങനെ പറയും നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ എന്നൊക്കെ. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ആരെങ്കിലും ഒരു മിഷണറി സഹോദരന്മാരെ ഒരു കുടുംബങ്ങളെയൊക്കെ ദൈവമേ ഇങ്ങോട്ട് അയക്കണമേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായി. അത് രണ്ടാമത്തെ കാര്യം. പിന്നീടുള്ള ഒരു വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിൽ വന്നിട്ട് നമ്മള് എത്രത്തോളം കർത്താവിന് വേണ്ടിയിട്ട് ഓടുന്നോ അധ്വാനിക്കുന്നോ അതിന്റെ യാതൊരു ഫലവും കാണാത്ത ഒരു സ്ഥലമായത്. അപ്പോൾ അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത്. അപ്പൊ ആരും ഇല്ല, നമ്മൾ ഒറ്റപ്പെട്ട് അതൊക്കെ നമുക്ക് സഹിക്കാവുന്ന ഒരു കാര്യം. പക്ഷെ ഇതെന്ന് പറയുന്ന നമ്മൾ എത്രത്തോളം ഓടുകയും അധ്വാനിക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യുന്നോ അതിന്റെ യാതൊരു ഫലപ്രാപ്തിയും ഉണ്ടാകാത്തൊരു സ്ഥലം. അപ്പോൾ അങ്ങനെ ഒരു വളരെ നിരാശ ഞങ്ങളെ രണ്ടുപേരെയും ബാധിക്കാനായിട്ട് ഇടയായി തീർന്നത്. അതൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ പരിസരങ്ങളിൽ നിന്ന് വളരെ ഭീഷണിയും വധഭീഷണിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നും സാരമായിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പലപ്പോഴും വന്ന് നിങ്ങളെ വെടിവെക്കും അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് മറ്റൊന്നുമല്ല, ഇപ്പൊ കർത്താവിന്റെ സുവിശേഷത്തിന് ഇപ്പൊ ഇത്രത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു അവസ്ഥ ഇന്ത്യയിൽ ഉടനീളം നിൽക്കുമ്പോൾ തന്നെ അന്ന് ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് അന്നേ ഇവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നിലവിലുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ദൈവിക വേല ചെയ്യുന്നവരാണ് എന്നറിഞ്ഞത് കൊണ്ട് അവിടെ ചുറ്റിനുമുള്ള ആളുകൾ വന്ന് നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സാവകാശം നമുക്ക് കർത്താവ് അതൊക്കെ അനുകൂലമാക്കി തന്നു എന്ന് വേണം പറയാൻ. ഓക്കെ. ഈ വധഭീഷണി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കേട്ടപ്പം ദേവദാസന്റെ ഹൃദയത്തിൽ എന്തോ ഭയമുണ്ടായോ? എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ? ദേവദാസനോടാ പറഞ്ഞത് ഇങ്ങനെ കൊല്ലും, അങ്ങനെ വെടിവെക്കും അങ്ങനെ പറഞ്ഞപ്പോ ദേവദാസൻ ഇച്ചിരി ഒരു ധൈര്യശാലിയായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു നേരെ തിരുനെറ്റിക്ക് തന്നെ നീ വെടിവെച്ചിട്ട് പോക്കോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞങ്ങ് വിട്ടു. അപ്പൊ പക്ഷെ എന്നോട് ഈ കാര്യം ഒന്നും പറഞ്ഞില്ല. കുറെ നാൾ കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്നുള്ളത് വരും. അപ്പൊ ഞാൻ പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്കിതൊന്നും അത്ര ഗ്രാഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത്ര പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ബീഹാറിലെ ഒരു ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് നമ്മള് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അവരിങ്ങനെ എടുക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാ. അപ്പൊ അതിന് വലിയ കാരണങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിലും ഇങ്ങനെ ആയുധധാരികളായിട്ട് അവരെപ്പോഴും നടക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള വളരെ എപ്പോഴും ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള കേസുകളൊക്കെ വളരെ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭയം എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ മാറി മാറി ഗവൺമെന്റുകൾ വരികയൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ ഒത്തിരി ശാന്തമായി.
അപ്പം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആ ദേശത്ത് ഒരുപാട് ദേവദാസൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ദേവദാസൻ്റെ ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ദേവദാസൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനാനുഭവം ഉണ്ടായിരുന്നെന്ന്. ജസ്റ്റ് അതെ, അതൊന്ന് തീർച്ചയായിട്ടും. പറയാമോ? പ്രാർത്ഥനാനുഭവം കേൾവിക്കാർക്കൊരു വലിയൊരു ദേവദാസൻ അനുഗ്രഹമാകട്ടത്. അതെ, ദേവദാസൻ ഇവിടെ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഉം. അപ്പോൾ 23-ാമത്തിലെ വയസ്സിലേക്ക് കയറുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അത്രയും ഒരു യൗവന പ്രായത്തിൽ ഇവിടെ വന്നിട്ട് തിരിച്ച് പിന്നെ മാതാവിനോട് ഭയങ്കര ഒരു കണക്ഷൻ അദ്ദേഹത്തിന്. പക്ഷെ അമ്മച്ചിയെ കാണാനായിട്ട് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന 7 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ 7 വർഷങ്ങൾ അദ്ദേഹം നാട്ടിൽ പോകാതെ ഇവിടെ തന്നെ നിലനിന്നപ്പോ വീട്ടിൽ തിരിച്ചു ചെന്നപ്പോ അവരൊക്കെ ശരിക്കും വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നഷ്ടപ്പെട്ടു പോയെന്നുള്ള രീതിയിലാണ്. കാരണം കുറെ നാളുകൾ ഇങ്ങനെ ലെറ്റർ പോലും ഇടാതെയൊക്കെ ഇരുന്നപ്പം അത് മനഃപൂർവ്വം അല്ല. ഇവിടെ വന്നതിന്റെ ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒത്തിരി സ്വയം തന്നെ സഹിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫോണിന്റെ ഒക്കെ ഒരു ഇത് വന്നപ്പോഴാണ് പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കോൾ ചെയ്ത് സംസാരിക്കുന്നൊക്കെ. പിന്നീട് ഇദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ സഹിക്കുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ നിലനിൽക്കാനായിട്ട് ഒരു കാരണമായി മാറിയത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ലൈഫ്. അപ്പൊ ഒരു നിയമിത രൂപത്തിൽ അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാന് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 5 മണിക്കൂർ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ പ്രാർത്ഥന ഉണ്ട്. അപ്പോ ആ ഒരു സമയത്ത് ഞാനും ഒട്ടും അദ്ദേഹത്തെ ശല്യപ്പെടുത്താറില്ല. അപ്പോ ഈ ഒരു പ്രാർത്ഥന ആണ് തീർച്ചയായിട്ടും പറയാം ഞങ്ങളെ ബീഹാറിൽ നിലനിർത്തിയത്. അപ്പോ വളരെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാല് ഒരുപാട് കുടുംബങ്ങൾ ബീഹാറിലെ മിനിസ്ട്രിക്ക് വേണ്ടി വന്നിട്ട് ബീഹാറിൽ ഞങ്ങൾ ഒരു രക്തസാക്ഷിയായിട്ട് തീരും എന്നൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ട് ഇവിടുത്തെ മിനിസ്ട്രി ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്നിട്ട് അവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തിരിഞ്ഞോടേണ്ടുന്ന ഒരവസ്ഥ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങനെ ബീഹാറിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും മിനിസ്ട്രിക്കായിട്ട് കടന്നു വന്നിട്ട് പിന്നെ തിരിച്ചു പോകേണ്ടതാണ് കേരളീയരുടെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളെ ഇവിടെ നിലനിർത്തിയെന്ന് നിസ്സംശയം പറയാം. ഓക്കെ, ദേവദാസി ഒരു പ്രാർത്ഥന ലൈഫ്, പ്രാർത്ഥനയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദേവദാസി പറഞ്ഞ പോലെ വധഭീഷണിയുടെ മുന്നിലും ഒരുപാട് കഷ്ടങ്ങളുടെയൊക്കെ നടുവിൽ അതെ, നിലനിർത്തുവാൻ ദൈവം സഹായിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ വളരെയധികം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിച്ച് ഇന്നപ്പോൾ ദൈവസഭാ കാലഘട്ടങ്ങളിലൊന്നും വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നില്ലേ? ഇല്ല. അന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു 8 മിഷണറീസ് ഉണ്ട്, 8 പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ആ പാസ്റ്റേഴ്സിന്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോകും, ഞാനും പോകും. അങ്ങനെയാ. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ നമ്മളും പോകുക. അപ്പൊ അവര് നമ്മളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് ആ ഗ്രാമത്തിലേക്ക് നമ്മളും പോകും. അങ്ങനെയാ അന്ന് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവര് 8 പേരുണ്ട്. അപ്പം അവര് ഏതൊക്കെ ദിവസം ആരൊക്കെയാണോ നമ്മൾ വിളിക്കുന്നത് അവരുടെ കൂടെ നമ്മൾ ആ സ്ഥലത്തേക്ക് അങ്ങ് പോകും. രാവിലെ മുതൽ അവരുടെ കൂടെ വൈകുന്നേരം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് 8 പേരേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ. പക്ഷെ അവർക്കൊന്നും അങ്ങനെ അധികം വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. കാലത്ത് മുതലേ ഇങ്ങനെ ഒരു സഞ്ചിക്കകത്ത് ഇങ്ങനെ ലഘുലേഖയൊക്കെ തൂക്കി ഇവരിങ്ങനെ ഗ്രാമത്തിൽ പോകും. ഇങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനിടയ്ക്ക് പിന്നെ ഞാനും കുറെ നാള് ഇങ്ങനെ പരസ്യ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അപ്പൊ കവലകളിലൊക്കെ പോയി നമുക്കൊരു വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാനിൽ ഇങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ട് പാട്ട് പാടാനായിട്ട് 1-2 പിള്ളേരൊക്കെ വരും. അവരെയൊക്കെ കൂട്ടി ഇങ്ങനെ ചൗക്കില് കവലകളിലൊക്കെ പ്രസംഗിക്കുകയും പാടുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നീട് ദേവദാസൻ പറയുന്ന ഒരു കാര്യം, അനേക ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയായി ബീഹാർ എന്ന് പറഞ്ഞു. ഒത്തിരി ബീഹാറിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ലാത്ത ആളുകൾ പോലും ഈ ബീഹാറിനെ പറ്റി കേൾക്കുമ്പോൾ ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്നിങ്ങനെ അദ്ദേഹം പറയുമായിരുന്നു. ദേവദാസി ബീഹാറിൽ നമ്മൾ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബീഹാറിനെയും നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം അതൊരു ശരിയാണ്, പ്രാർത്ഥനയുടെ വലിയൊരു സപ്പോർട്ടും പിന്നെ സ്വയ പ്രാർത്ഥനയും ഒക്കെ ആ ദേശത്ത് നിലനിൽക്കാൻ എന്തോ ചെയ്യുന്നത് ദേവദാസന്മാരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ആ പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്ന കാലഘട്ടത്തിലാണോ ദൈവത്തിൻ്റെ ദാസന്റെ പെട്ടെന്നുള്ള വേർപാട്? അതെ, അത് ഈ 2007 മുതൽ ഒരു 4 വർഷത്തേക്ക് ഞങ്ങളൊരു ഒരു ഒരു പുരോഗതി ഇല്ലാതെ ഇങ്ങനെ മിനിസ്ട്രി അങ്ങനെ ഒരു ഡെഡ് കണ്ടീഷനിൽ തന്നെ കിടന്നു. അപ്പോ ഈ 4 വർഷം എന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇങ്ങനെ നിരന്തര പ്രാർത്ഥനയും നിരന്തരമായുള്ള ഉപവാസവും കരച്ചിലും. അപ്പോ നമുക്ക് വളരെ ദുഃഖമായി ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചിട്ട്. ഇപ്പൊ നമ്മള് ഒരു ചെറുപ്പമാണ്. അപ്പൊ നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ് നമുക്കൊരു നിറച്ച് വിശ്വാസികളെയൊക്കെ കാണണം, ഇങ്ങനെ സ്നാനങ്ങളൊക്കെ നടത്തണം. അങ്ങനെയൊക്കെ നമുക്കൊരു ആത്മീയമായിട്ടുള്ള വാഞ്ച നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെ
ഇരുന്ന സമയത്ത് ഒരു 4 വർഷത്തോളം അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. അപ്പൊ ഈ 2007 മുതല് 2010, 11 എന്നൊക്കെ പറയുമ്പം ഒത്തിരി നിരാശപ്പെട്ട സമയങ്ങൾ. അപ്പൊ അന്നേരം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ഉപവാസമാ. മിക്കവാറും ഉപവാസം. ഓരോ ദിവസങ്ങളും ഉപവാസമാ. ഉപവാസം വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസം ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ഓരോ വർഷങ്ങള് നമ്മള് അവസാനത്തിലും നമ്മള് എത്ര ഉപവാസം എടുക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മള് ഡേറ്റ്സ് എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ട് എണ്ണിയൊക്കെ നോക്കുമ്പഴ്, ഒരു വർഷം മാത്രം ഞാനും അദ്ദേഹവും 200 ദിവസം ഉപവാസമാ. അപ്പോ ഞാന് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാനത് ചിന്തിക്കുന്നത് എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റി? അല്ലെങ്കിൽ ഇപ്പൊ എന്നെക്കൊണ്ടത് പറ്റൂന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ തരണം ചെയ്തു? അങ്ങനെ പിന്നൊരു കാര്യംന്ന് പറഞ്ഞാ അത്രയും നമ്മൾ ഉപവസിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാ വാസ്തവം. പിന്നെ പിന്നെന്ന് പറഞ്ഞാല് അത്രയും ഉപവാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു സാഹചര്യം ഒന്നോർത്ത് നോക്കണം. അപ്പൊ അതെനിക്കിപ്പോ എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് നിരാശ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് നമ്മൾ അത്രത്തോളം എന്താ പറയുന്നെ വേദനിച്ച് ആ ഒരു അവസ്ഥയില് കർത്താവിന്റെ സന്നിധിയില് ഭക്ഷണം ഉപേക്ഷിച്ച് നമ്മൾ ഇരിക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന് കരയുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെ ഉപവാസത്തോടെ തന്നെ ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ 2012 ശേഷമാണ് ഇതിലെല്ലാം നമുക്കൊരു ഗ്രീൻ സിഗ്നൽ വന്നു തുടങ്ങി. അപ്പൊ മിനിസ്ട്രിയുടെ ഏരിയയിലും എല്ലാം. അപ്പൊ അതിന് ഇടയ്ക്ക് തന്നെ കർത്താവിന്റെ ദാസന് നല്ലൊരു ശുശ്രൂഷ ദൈവം കൊടുത്തു. അപ്പൊ അതും ഈ മിനിസ്ട്രിയുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു കർത്താവ് കൈപിടിച്ച് ശുശ്രൂഷ, നടത്താൻ തുടങ്ങി. ദേവദാസി ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്ത് ശുശ്രൂഷയാണ്? അദ്ദേഹത്തിന് ഒരു ഹീലിംഗ് മിനിസ്ട്രി. അതെ, അതെ. പിന്നെ ആളുകളെ അപ്പൊ അദ്ദേഹത്തിന് മുമ്പിൽ ആരെങ്കിലും വന്നിരുന്നാല് അവരുടെ ആ ഒരു പ്രസന്റ് കണ്ടീഷൻ ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തും. അപ്പൊ അവര് മാനസികമായിട്ട് ഏതൊരു അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് കർത്താവ് നയിച്ചപ്പോഴ് അത് മിനിസ്ട്രിക്ക് ഒക്കെ ഒത്തിരി ഇത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാരണമായി. പ്രിയ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ സംസാരിക്കുമ്പോൾ ഇങ്ങനെ തടസ്സം വരുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഇവിടെ മലയാളം അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മലയാളം സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ തടസ്സം വരുന്നത്. അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ മിനിസ്ട്രിയിലേക്ക് ഇങ്ങനെ കർത്താവ് നയിച്ചു. അപ്പൊ ആ ഒരു പിന്നീടുള്ള വർഷങ്ങൾ അദ്ദേഹത്തിന് ഒരു 2012 ശേഷം നല്ല ഒരു ഗ്രോത്തിലേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ പതിയെ പതിയെ പുതിയ പുതിയ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിശ്വാസികൾ വരാൻ തുടങ്ങി. സ്നാനത്തിന് വേണ്ടി ഇത്തിരി ജനങ്ങൾ തയ്യാറാകാൻ തുടങ്ങി. അങ്ങനെ പയ്യെ പയ്യെ മിനിസ്ട്രി ചെയ്യാനുള്ള ദാസന്മാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്നാനം, ഇങ്ങനെ മീറ്റിംഗ്, കൂട്ടായ്മ, ഇങ്ങനെ നമ്മളങ്ങ് നല്ല തിരക്കിലേക്ക് മാറി. അപ്പൊ ആത്മീയമായിട്ട് നമ്മൾ അനുഭവിക്കാൻ ആ ഒരു സന്തോഷത്തിലേക്ക് കർത്താവ് ഞങ്ങളെ നയിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ 6 മാസം കൂടുമ്പോഴും ഇങ്ങനെ സ്നാനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അപ്പൊ ഓരോ സ്നാനത്തിനും 120, 140 പേര്, ചിലപ്പോ 100 പേര് കാണും. അങ്ങനെയൊക്കെ ഒത്തിരി 100-ൽ കൂടുതലേ ഉള്ളൂ എപ്പോഴും. 100-ൽ താഴെയില്ല. അപ്പൊ അങ്ങനെ വലിയ ഒരു സന്തോഷം. അപ്പൊ ഇങ്ങനെ സ്നാനം നടക്കുന്ന ദിവസം എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ നമ്മള് നാട്ടിലെ പോലെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ അന്നേരമൊക്കെ നദിയിലൊക്കെയാ പോയത് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്നെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ഇല്ല. അപ്പം നമുക്കിങ്ങനെ ധൈര്യമായിട്ട് പോവുകയൊക്കെ ചെയ്യാം. ഇപ്പം പക്ഷെ നമ്മള് അങ്ങനെ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ സ്നാനം നടത്തിയപ്പോൾ എല്ലാം വളരെ സീക്രട്ട് ആയിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ടും ഒക്കെ നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും സ്നാനം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളതെല്ലാം വേറെ രീതിയിലായിട്ട് സംവിധാനങ്ങൾ മാറ്റി. പക്ഷെ അന്ന് അവർ നല്ല ഒരു പുരോഗതിയിലേക്ക് കയറി. പിന്നെ 2 ആൺപൈതങ്ങളെയും കൂടെ ദൈവം ദാനമായിട്ട് തന്നു. അവർ 2 കുഞ്ഞുങ്ങളായി. സ്കൂളും നടക്കുന്നുണ്ട്. മിനിസ്ട്രി നല്ല ഒരു ഗ്രോത്തിലേക്ക് വന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ആ ഒരു നിരാശപ്പെട്ട വർഷങ്ങൾക്ക് പകരമായിട്ട് കർത്താവിന്റെ ഒരു വലിയ സന്തോഷത്തിലേക്ക് നമ്മളെ നയിച്ചു. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ നയിക്കപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന്റെ വിയോഗം. അപ്പം ദേവദാസിന്റെ വിയോഗം എങ്ങനെയായിരുന്നു സിസ്റ്ററെ? ഒന്ന് പറയാമോ? അത് 2021 അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. അത് കോവിഡ് മുഖാന്തരം. അപ്പൊ 2020 ആദ്യത്തെ ഒരു കോവിഡ് നമുക്കെല്ലാം ലോക്കായിട്ട് നമ്മൾ വീട്ടിലെല്ലാം ആയിരുന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥന ഉപവാസമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. രണ്ടാമത്തെ ആ ഒരു സെക്കൻഡ് വേവ് കടന്നു വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു പോകുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നോ എന്ന് ചിലപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാല് പല കാര്യങ്ങളും പിന്നീട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ
പറയുകയും എഴുതി എന്നെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു 2020. അപ്പോൾ അതൊന്നും അന്ന് എനിക്ക് ഗ്രഹിക്കാനുള്ളൊരു ബുദ്ധി വന്നില്ല. കാരണം പിന്നീടാണ് ഈ എഴുതി തന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ഞാനത് വായിച്ചു നോക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എങ്ങനെ പിന്നീട് അതിനെ മുമ്പോട്ട് നയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഗ്രാഫ് എനിക്ക് തന്നിട്ടാ പോയത്. അപ്പോൾ ഈ 2021 അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആകസ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത്. കാരണം അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. യാതൊരു രോഗമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു എന്ന് തോന്നി, നമ്മൾ ഒരു സേഫ് സോണിലാണെന്ന് തോന്നി, നമുക്കൊരു കംഫർട്ടബിൾ ആയെന്ന് എന്ന് നമ്മൾ ഫീൽ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. മൈക്ക് മ്യൂട്ട് സിസ്റ്റർ. അപ്പം ദേവദാസി ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ ഈ ദേവദാസന്റെ മരണം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും ആ അപ്പം ഈ മരണസമയത്ത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തി നിർത്തിയത് ആ ഒരു സമയത്ത്, ആ ഒരു ദിവസങ്ങളിലൊക്കെ? അതിനെപ്പറ്റി പറഞ്ഞാൽ ഇച്ചിരി ഞാൻ കൂടുതലായിട്ട് പറയേണ്ടി വരും. കാരണം ഈ 2020 നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥനയോടായിരുന്നു. ഞങ്ങളും വളരെ ഇപ്പൊ എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഗ്രാഫൊക്കെ 2020 നല്ലതായിട്ട് കൂടി. കാരണം നമ്മൾ ലോക്ക്ഡൌണിൽ വീട്ടിലാണ്. നമുക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായി കോവിഡ്, കൊറോണ, ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിനോടനുബന്ധിച്ച് നമ്മളെല്ലാം ഈ വീട്ടിനുള്ളിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് വചനധ്യാനത്തിന് എനിക്ക് സമയം കിട്ടി. വചനധ്യാനം, പിന്നെ വ്യക്തിഗത പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ വ്യക്തിഗത പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാനും ഇങ്ങനെ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിലോട്ട് മാറി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ 2021 വരുന്നത്. 2021 കയറി ജനുവരി മാസം ആയപ്പോൾ ഞാനും ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ഒരു വളരെ ആഗ്രഹം വന്ന് തോന്നി എന്ന് പറഞ്ഞാല് കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് എനിക്കും ഒരു കൃപാവര ശുശ്രൂഷ നൽകണമേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഞങ്ങൾ ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളൊക്കെ ഒത്തിരി രോഗികളായിട്ട് കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ചായിരിക്കും. 11 വയസ്സ് 12 വയസ്സ് പ്രായത്തിലെ വിവാഹം കഴിക്കും. അപ്പം ഇവരൊക്കെ ഒരു 20 വയസ്സാകുമ്പോഴത്തേക്കും 4-5 കുഞ്ഞുങ്ങളുടെ അമ്മയാകും. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഉള്ളൊരു ത്രാണി ഇല്ലാത്തതുപോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെ ഭാരം തോന്നും, കരച്ചിൽ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവമേ ഇവരോടൊന്ന് സംസാരിക്കുന്നത് എങ്ങനെയാ, സംസാരിച്ച് നമ്മുടെ ഭാഷ ഇവർക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ വളരെ പാടുപെട്ട് ഹിന്ദിയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ പോലും ഹിന്ദി ഒന്നും അല്ല. അപ്പൊ ഇവരുടെ ഭാഷകൾ എന്നൊക്കെ പറയുന്ന വളരെ വേറെ വേറെ പ്രത്യേകതയുള്ള കുറെ ഭാഷകളുണ്ട്. വേറെ അതിന് ലിപിയോ കാര്യങ്ങളൊന്നുമില്ല, സംസാരിക ഭാഷ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഈ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ ഇവരുടെ ഇടയ്ക്ക് ഞാനിങ്ങനെ കടന്നു പോകുമ്പം അവരുടെ പ്രശ്നങ്ങളെ തീർക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ശുശ്രൂഷ എനിക്ക് തരണമേ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ഹീലിംഗ് ഒക്കെ കിട്ടണം. അപ്പൊ ആ ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ വിചാരം എന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇങ്ങനെ വളരെ നല്ല കൊച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കർത്താവ് എനിക്ക് ഇപ്പൊ തന്നെ ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരയുക. അപ്പൊ കർത്താവ് ഇങ്ങനെ തരുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. അപ്പം അതിന് പക്ഷേ എനിക്ക് തരുന്നതിന് പകരം വേറൊരു വചനം എനിക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു വചനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. അതിലേക്ക് ഞാനിങ്ങനെ പോകുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാല് നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് നീ പറയും, പക്ഷെ എനിക്കോ പ്രവൃത്തികളുണ്ട്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. അങ്ങനെയാ. അപ്പം അത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിലെ 18-ാം വാക്യമാണ്. അപ്പൊ ഞാനിങ്ങനെ അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യമേ. അപ്പൊ ഞാനിത് 2-3 തവണ വായിച്ചിട്ട് മനസ്സിലായി. പിന്നെ കുറെ റെഫറൻസ് എല്ലാം നോക്കിയപ്പോൾ ശരിക്കും അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് എന്നാന്ന് പറഞ്ഞാല്, നീ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് നീ എന്റെ മുമ്പാകെ തെളിയിക്കണം. അപ്പൊ ഞാനിങ്ങനെ വിശ്വാസിയാണെന്നുള്ളൊരു ഉത്തരം ബോധ്യത്തിലും പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനിങ്ങനെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ടൊക്കെ ഞാനൊരു ഭയങ്കര നല്ല വിശ്വാസിയാന്നുള്ള ഒരു സ്വയം ധാരണയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പിന്നെയും ചിന്തിക്കുക, ദൈവം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്, ദൈവം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ശുശ്രൂഷ തരാമെന്ന് പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഒരു 3-4 മാസം കൂടെ കടന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ വിശ്വാസം തെളിയിക്കണം എന്നാ പറയുന്നത്. അപ്പൊ വിശ്വാസം തെളിയിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനോട് ദൈവമേ ഇനി ഞാൻ എന്നാ വിശ്വാസം തെളിയിക്കാനുള്ളത്, ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ വീട്ടുകാരെ എല്ലാം വിട്ടിട്ട് ഞാൻ ഈ ബീഹാറിൽ വന്നു. ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോകുന്നില്ല. 3 വർഷം കൂടുമ്പോഴോ 4 വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ പോകുന്നത് തന്നെ.
അപ്പൊ ഇത്രയും ഒരു ത്യാഗം ഞാൻ ചെയ്യുക. അപ്പൊ പിന്നീട് വന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുക, എന്റെ കർത്താവിന്റെ വിശ്വാസത്തിൽ നിന്നോ സ്നേഹത്തിൽ നിന്നോ എന്നെ വേർപിരിക്കാൻ ആർക്കും പറ്റില്ല. ഞാൻ അത്രത്തോളം കർത്താവിന്റെ പാദത്തെ പിൻപറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ അത്രത്തോളം കർത്താവിന്റെ ആ ഒരു പാദപീഠത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഒന്നിനും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറയുക. അങ്ങനെ ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് കർത്താവിന്റെ ദാസന് സുഖമില്ലാതെ വരുന്നത്. അപ്പൊ പനി വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഓക്സിജൻ ലെവൽ താഴാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. എനിക്കും കോവിഡ് വന്നു. അപ്പൊ എനിക്ക് കോവിഡ് വന്നിട്ട് ഞാനും വീട്ടിലിങ്ങനെ കിടപ്പാ. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പം കർത്താവിന്റെ ദാസനെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാൻ എൻ്റെ ആ ഒരു സീരിയസ് കണ്ടീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഇദ്ദേഹത്തിന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നാന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ പിന്നെ ഈ ഡോക്ടറിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ കേട്ടു അദ്ദേഹം കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ കർത്താവിനോട് ഭയങ്കരമായിട്ട് വഴക്ക് കൂടുക. അപ്പൊ ആ ഒരു സാഹചര്യത്തെ എനിക്ക് അഭിമുഖീകരിക്കാനായിട്ട് യാതൊരു പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഇയാള് ഇല്ലാതെയായി പോയാൽ എന്ത് ചെയ്യും, ഈ മിനിസ്ട്രിയുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യും? ഇപ്പൊ കർത്താവിന്റെ വേല വളരെ ഗ്രോത്ത് ആയിട്ട് വരുന്നൊരു സമയമാണ്. അനേക ആളുകൾ കർത്താവിന്റെ സന്നിധിയിലോട്ട് കടന്നു വരുന്നു. സ്നാനത്തിനായിട്ട് അനേക ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ദേവദാസന്മാർ നമ്മുടെ കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നല്ല ഒരു 22 പേരുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ആയാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ധാരണ. പിന്നെ ഞാനൊരു വഴക്ക് കൂടുന്നതിന്റെ ഒരു മെയിൻ സംഗതി എന്ന് പറഞ്ഞാല് ബീഹാർ. അപ്പൊ ബീഹാറിനെ പറ്റി ഞാൻ കടന്നു വന്ന സമയത്ത് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടു വെച്ചിട്ടുള്ള ഒരു പേരും കിട്ടി. ഇപ്പൊ പിന്നെ എനിക്ക് അതോടെ പേടിയായി. അപ്പൊ അതിനകത്ത് ഇങ്ങനെ മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നുള്ളൊരു ഇതിലാണ് ബീഹാറിനെ നമ്മുടെ ആത്മീയ കോളത്തില് ടോട്ടലി അറിയപ്പെടുന്ന ഒരു പേര്. അപ്പൊ ആ പേര് കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആകെ പേടിയായി. അപ്പം എന്റെ ഒരു വിചാരം ഇദ്ദേഹം മരിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം വന്നു കഴിഞ്ഞപ്പം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വളരെ വഴക്കായി. പിന്നെ എന്റെ ആ ഹൃദയത്തിനുണ്ടായിരുന്നുള്ള ആ പേടിയും ആ ഒരു ദേഷ്യവും എല്ലാം ഞാനിങ്ങനെ കാണിക്കുക. അങ്ങനെ കാണിച്ചിട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വളരെ വഴക്കിട്ട് ഞാൻ പറയുക, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയോ മരിച്ചു പോവുകയോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പിന്നെ അവിടുത്തെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഇല്ല. പിന്നെ എന്താ പറയുന്നേ, അത് ഇല്ല, സീറോ ആയി. പിന്നെ അതിനകത്ത് വേറെ ഒരാളെ നമുക്ക് പകരം കൊണ്ടുവരാനോ അല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവരാനോ ഒന്നും നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമല്ല ഇത്. പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് വരാനായിട്ട് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല ഇത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് കർത്താവിനോട് ഭയങ്കര വഴക്കായി. ഇത് ആര് വരും, ഇനി ആരാ ഇതിനെ ഏൽക്കാനുള്ളത്? അപ്പൊ എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ രക്ഷിച്ചെടുക്കണം. അപ്പൊ ഞാൻ കർത്താവിന്റെ തന്നെ ഇപ്പൊ മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ പേര് ഇങ്ങനെ ഈ ചാർത്തി വെച്ചിരിക്കുന്നത് അതങ്ങനെ സത്യമായിട്ട് പോകാനായിട്ടാണോ? ഇത് പിശാചി വെച്ചിരിക്കുന്ന പേരാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് നമുക്കിതെങ്ങനെ ഈ പേരിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? അപ്പൊ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുക, ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മരിച്ചു പോകും, ഞാനും മരിക്കും. കാരണം പിന്നെ അതിനകത്ത് എനിക്ക് യാതൊരു എടുത്തു പോയി സംസാരിക്കാൻ എനിക്ക് പിന്നെ യാതൊന്നുമില്ല. കാരണം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി ഞാൻ വേണം പറയാൻ. പുതിയതായിട്ട് വരുന്ന വിശ്വാസികള് അവരെ നമ്മൾ സ്നാനപ്പെടുത്തുകയും അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മളിൽ നിന്ന് അവർ കേൾക്കുന്നത്. വേറെ ആരും ഇല്ല. അവര് വേറെ ഒരു വിശ്വാസികളെയും കണ്ടിട്ടില്ല. അവരാകപ്പാടെ ജീവിതത്തിൽ കണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മള്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത വിശ്വാസമേ അവർക്കറിയാവൂ. അപ്പൊ ഇത്രത്തോളം ഈ വിശ്വാസം അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പിന്നെ നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാനിനി അവരുടെ ഇടയ്ക്ക് ഒരു വിധവയായിട്ട് ചെല്ലാനായിട്ട് ഞാൻ പോകത്തില്ല. കാരണം അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കും, നിന്റെ ഹസ്ബൻഡ് എവിടാ? നിന്റെ ഹസ്ബൻഡിനെ കർത്താവ് രക്ഷിച്ചില്ലേ? നിന്റെ കർത്താവിന് ദൈവം സൗഖ്യം കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു? എങ്ങനെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി ആ ഒരു രീതിയിലേക്ക് മാറത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കരയുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ റിബല്യസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മാറുക. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനെ വെളിയിലെടുത്തിട്ട് ഇങ്ങനെ കർത്താവുമായിട്ട് വഴക്കുണ്ടാക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഒരു രാത്രി സമയമായപ്പോ കർത്താവിന്റെ ഒരു മൃദു സ്വരം എൻ്റെ കാതിൽ വന്നു കേൾക്കാനിടയെത്തുന്നു. അപ്പോൾ കർത്താവാണ് സംസാരിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ടെമ്പറായിട്ട് നിൽക്കുക. അപ്പൊ പിന്നെ അതിനകത്ത് എൻ്റെ മേലേക്കൊരു പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ആ പ്രകാശം വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധാത്മ. പെട്ടെന്ന് ഞാൻ അവിടെ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അപ്പൊ ഇങ്ങനെ കർത്താവിന്റെ ആ ഒരു മൃദുസ്വരം എന്റെ കാതിൽ വന്നു. അതിനുശേഷം കർത്താവ് കുറെ പ്രവചനങ്ങളായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, അത് ബീഹാറിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് ഞാനിപ്പം പറയാനായിട്ട് എന്നോട് പറയരുത്, കാരണം അത് ഇച്ചിരി നമ്മൾ അവിശ്വസനീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചു. കർത്താവ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റിവീൽ ആക്കി തരാൻ തുടങ്ങി, ഇപ്പം ഒരു ദർശനം പോലെയൊക്കെ. അപ്പൊ അങ്ങനെ കുറെ മണിക്കൂർ, ഒരു 4-5 മണിക്കൂർ അങ്ങനെ കടന്നുപോയി. വെളുപ്പിന് ഒരു 6-7 മണി വരെ അങ്ങനെ ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനോ ദാഹിക്കുകയോ ഒന്നും എനിക്ക് ചെയ്യുന്നില്ല. ഞാൻ ആ ഒരു ഇരിപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം രക്ഷപ്പെടും. അപ്പൊ എന്റെ വിചാരം, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ടും കർത്താവിന്റെ ഒരു ഇത് എനിക്ക് വെളിപ്പെട്ടത് കൊണ്ടും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, അല്ലെ ഞങ്ങളെ സ്നേഹിക്കുന്നു, അറിയുന്നു. അതുകൊണ്ട് ദൈവദാസന് ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വീണ്ടും ഞാൻ പോകും. അപ്പൊ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങ് നിൽക്കുക. ദൈവദാസന് ഒന്നും പറ്റത്തില്ല. അപ്പോ എല്ലാ ആൾക്കാരും എന്നോട് മരിക്കുമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ചെവി കൊള്ളുന്നില്ല. ഇല്ല, ഞാൻ പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല, ഇല്ല, ദൈവം സൗഖ്യം കൊടുക്കും, ഇല്ല, അദ്ദേഹം പുറത്തു വരും, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തിന്റെ വാക്കുകളാണ് പിന്നെ എൻ്റെ ഇത് വരുന്നത്. അപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മാറുമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം കർത്താവ് എനിക്ക് വചനം തന്നു. ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം കർത്താവ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനകത്ത് കർത്താവ് തന്ന വചനം, ഞാൻ നിനക്ക് ഉത്തമനായ ഒരു ഭർത്താവല്ലയോ എന്നൊരു വാക്യം. അപ്പൊ ഞാൻ അതിങ്ങനെ വായിച്ചിട്ട്, കർത്താവ് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പൊ എന്റെ ഭർത്താവ് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ഇടുകയും എനിക്ക് ദൈവം അതിനുള്ള മറുപടി തന്നു. അപ്പം അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പിന്നെ അതിനെ പിടിച്ചങ്ങ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇല്ല, അങ്ങനെ എടുക്കരുത്, ദൈവമേ എന്നോട് മനസ്സലിയണമേ, അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങ് വാദിക്കുക, പിന്നെ സമർപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഞാൻ ഇങ്ങനെ പിന്നെ അങ്ങനെ തർക്കവും വാദമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദേവദാസൻ എന്നെ ഫോൺ വിളിച്ച് പറയുന്നത്, കർത്താവിന്റെ ദാസി ഇങ്ങനെ ധൈര്യപ്പെട്ടിരിക്കുക, അദ്ദേഹം ഒരു പക്ഷെ അക്കരെ നാട്ടിലേക്ക് പോകുമെന്നാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഉടനെ ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വിശ്വാസത്തിൽ കാണത്തില്ല, ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കില്ല. ഞാൻ ഉടനെ തന്നെ പറയുന്ന വിശ്വാസത്തിന്റെ കാര്യമാണ്. ഉടനെ കർത്താവിന്റെ ആ വിശ്വാസത്തെ ഞാൻ കയറി പിടിച്ചിട്ട് പറയുക, ഞാൻ ഇനി ഒരു വിശ്വാസിയായിട്ട് നിൽക്കുകയില്ല, ഞാൻ ഈ വചനം പോലും കൈകൊണ്ട് തൊടുവോ ആരോടും ഒരു വചനത്തിന്റെ ഒരു ചെയ്യത്തില്ല. എങ്ങനെ സംസാരിക്കും? ഇദ്ദേഹം ഇങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞ് ഞാനൊരു വിശ്വാസത്തിന്റെ വാക്ക് മറ്റുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവളായി മാറും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഫോൺ കട്ട് ചെയ്ത ഉടനെ ഞാൻ വളരെ പിന്നെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുക, ദൈവമേ, ഈ ഒരു കാര്യം എന്നോട് കർത്താവ് ഒരു 5 മാസം മുമ്പ് പറഞ്ഞതാണല്ലോ. അപ്പൊ ജനുവരി മാസത്തില് 2021 ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞത് എന്താ? നീ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നിന്റെ വിശ്വാസത്തെ എന്റെ മുമ്പാകെ തെളിയിക്കണം എന്നാ പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു? കറക്റ്റ് ഇങ്ങനെ ഒരു തീച്ചൂളയുടെ ഒരു അവസ്ഥയിലോട്ട് എന്നെ കൊണ്ടിട്ടിട്ട് കർത്താവ് എന്റെ വിശ്വാസ ശോധന ചെയ്യും എന്ന് നമ്മൾ അന്ന് വിചാരിക്കുന്നില്ല. അപ്പം ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക കണ്ടീഷനിൽ ഇങ്ങനെ നിൽക്കുക, കർത്താവിന്റെ ദാസൻ പോകും എന്നുള്ളൊരു ഇതിൽ എല്ലാവരും പറയുമ്പോഴും ഇല്ല, പോവില്ല, അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുക. അപ്പൊ ദൈവാത്മാവ് എന്നോട് പറയുക, നിന്റെ വിശ്വാസം ഇപ്പൊ നീ തെളിയിക്കുക, അങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാനങ്ങ് വളരെ പൊട്ടി തകർന്ന രീതിയിൽ കരയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എന്തൊരു മണ്ടത്തരം കാണിച്ചു, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എത്രത്തോളം ക്രൂവലായിട്ട് സംസാരിച്ചു. കർത്താവ് എനിക്ക് എല്ലാം തന്നു, ഒരു കുറവും വരുത്താതെ ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം കർത്താവിനെ ഒരുപാട് അനുഗ്രഹിച്ചു. അപ്പോഴൊന്നും ഞാൻ കർത്താവിനോട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചോദിക്കോ അല്ലെങ്കിൽ പറയോ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക അല്ലാതെ ഒരു നിരാശാഭാവം. എന്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കപ്പെടുമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവത്തെ തള്ളി പറഞ്ഞല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ പറയുക, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന്, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും എനിക്ക് എന്നെ ആർക്കും വേർപെടുത്താൻ പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിതിക്ക് അവിടുന്ന് ഞാൻ ഒത്തിരി ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ഇത്രയും ഒരു അധപ്പതിച്ച ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ പോയല്ലോ. അപ്പൊ ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ലല്ലോ, ഞാൻ ആരാ പിന്നെ? ഞാൻ കർത്താവിന്റെ ഇഷ്ട മകളാണെന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്നൊരു നമ്മുടെ വീട്ടിലൊരാൾക്ക് ഇങ്ങനെ സുഖമില്ലാതാവുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ നിലവിളിച്ചിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ പറയുക, 1 മണിക്കൂർ ഇങ്ങനെ കരഞ്ഞു കാണും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇല്ല, ഞാന് കർത്താവിന്റെ
ആ മുഖത്തേക്ക് നോക്കിയിട്ടാണ് ഞാൻ വിശ്വാസിയായി മാറിയത്. അല്ലാതെ വേറെ ഒരു അപ്പൊ ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ കർത്താവിന്റെ മുഖത്തേക്കാണ് നോക്കിയത്. അപ്പോൾ ആ ഒരു വിശ്വാസ ജീവിതത്തിലെ പ്രയാണത്തിൽ എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ ദൈവം തന്നു. അപ്പൊ ഞാനിങ്ങനെ പറയാം, ഞാൻ ഇയ്യോബ് പറയുന്ന പോലെ പറഞ്ഞോളാം. ഈ ഇയ്യോബ് പറഞ്ഞ എന്തുവാ, ദൈവം എനിക്ക് തന്നു, ദൈവം എടുത്തു. അപ്പൊ ഞാനിങ്ങനെ പറയുക, ദൈവമേ നീ എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ തന്നെന്ന് ഞാൻ പറഞ്ഞോളാം, അല്ലാതെ ഒന്നുമില്ല. ദൈവം എനിക്ക് തന്നായിരുന്നു, ദൈവം എന്നെ എടുത്തു എന്ന് ഞാൻ പറയുക എന്നിങ്ങനെ ഞാൻ പറയുക. എന്നിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ വളരെ ദുഃഖിതയായിരുന്നു. അപ്പൊ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. പക്ഷേ അതിനകത്ത് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് പിന്നീടാണ് കർത്താവിന്റെ ദയ വളരെ എന്നെ ചുറ്റിയിരുന്നു. അപ്പം കർത്താവിന്റെ ഒരു വളരെ സംരക്ഷണ വലയത്തിനുള്ളിലായിരുന്നു ഞാൻ. കാരണം ഈ ഒരു സ്വയമേ ഉള്ള ഒരു സമർപ്പണം ഞാൻ തന്നെ ചെയ്ത് കർത്താവിന്റെ ദാസനെ അയച്ചു എന്ന് പറഞ്ഞൊരു രീതിയിലാണ് വന്നത്. അപ്പൊ ഞാൻ ആ ഒരു മാനസിക തലത്തിലേക്ക് എത്തുന്നത് വരെ അപ്പൻ എന്നോട് ദയ ചെയ്തു. അപ്പം അതിനു മുൻപേ അപ്പൊ ഞാൻ ഇതിന് തയ്യാറല്ല. അപ്പൊ ഞാൻ ആത്മീയമായിട്ട് ആ ഒരു തലത്തിലേക്ക് എത്തുന്നതിന് മുൻപേ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകും. ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയാതെ വരുമായിരുന്നു. അപ്പോൾ കർത്താവിനറിയാം നമ്മുടെ ഓരോ ഹൃദയങ്ങളെയും ഓരോ വ്യക്തികളെയും അവരുടെ ഓരോ പ്രകൃതിയെയും കർത്താവ് അറിയുന്നു. അപ്പൊ അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ അത് ദൈവം എന്നെ എല്ലാം നല്ലതിനായിട്ട് ചെയ്യുന്നു. അപ്പൊ കർത്താവ് എന്നെ വളരെ സ്നേഹിച്ചു, അല്ലെങ്കിൽ എന്നോട് ദയ ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പൊ പിന്നീട് മരിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു ഫ്യൂണറലിന്റെ സമയം എന്നൊക്കെ പറഞ്ഞ വളരെ ധൈര്യമായിട്ട് കർത്താവിനെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുവാ കുഞ്ഞുങ്ങളുമായിട്ട്. കുഞ്ഞുങ്ങളപ്പം അദ്ദേഹത്തിന് മരണവാർത്ത അറിഞ്ഞ് പട്നയിലേക്ക് വന്നു. അവിടെ ബോഡി അടക്കി. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വരുവാ. തിരിച്ചു വരുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിസ്ട്രിയുടെ കാര്യം ഇനി എന്ത് ചെയ്യും, മിനിസ്ട്രിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ മുഴുവനും എന്താ പറയുന്നത് ഭരിക്കുന്നത്. ഓ ഈ ഒരു ചോദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നത്.